രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് കണ്ണാടിയിലേക്ക് വന്ന് നോക്കിയിട്ട് ഐ ലവ് യു എന്ന് തന്നോട് തന്നെ പറയുവാൻ നമുക്ക് സാധിക്കുമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും എഴുതപ്പെട്ടതും നോവലുകൾക്കും സിനിമകൾക്കും ഒക്കെ വിഷയമായിട്ടുള്ള വാചകമാണ് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാ ഒരു ദൈവവചനം. സങ്കീർത്തനക്കാരൻ പറയുകയാണ് 26-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ, ദൈവം വസിക്കുന്ന ആലയം എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് ദ ഹൗസ് ദാറ്റ് ഗോഡ് ഡ്വെൽസ്. ദൈവം വസിക്കുന്ന ആലയത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഐ ലവ് ദാറ്റ് ഹൗസ്. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. ഞാനാണ് ദൈവത്തിൻ്റെ ആലയം, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം. യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് സ്വാഗതം ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും യേശുവിൻ്റെ ആലയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ പറയേണ്ടിയിരിക്കുന്നു, ഐ ലവ് മൈസെൽഫ് ബിക്കോസ് ജീസസ് ലീവ്സ് ഇൻ മീ. യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് എന്നോട് തന്നെ സ്നേഹമാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ഒത്തിരി ആളുകൾക്കും തന്നെ തന്നെ അത്ര ഇഷ്ടമല്ല. എൻ്റെ മുടി ഇങ്ങനത്തതാണ്, എൻ്റെ നിറം ഇങ്ങനത്തതാണ്, എൻ്റെ വണ്ണം ഇങ്ങനത്തതാണ്. പരാതികൾ മാത്രമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, പൊക്കം കുറഞ്ഞ എല്ലാ ആളുകളുടെയും ആഗ്രഹം കുറേ പൊക്കം ഉണ്ടാകണമെന്നാണ്. പൊക്കമുള്ള ആളുകളുടെ ആഗ്രഹം കുറച്ചൊന്ന് കുറഞ്ഞാൽ കൊള്ളാമെന്നാണ്. നീണ്ട മുടിയുള്ളവരുടെ ആഗ്രഹം ചെറിയ മുടി ഉണ്ടാകണമെന്നാണ്. നല്ല നിവർന്ന മുടിയുള്ളവർക്ക് അത് ചുരുണ്ടിരുന്നാൽ കൊള്ളാമെന്നാണ് ആഗ്രഹം. കുറച്ച് വെളുത്തിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഡിം ആയാൽ കൊള്ളാം എന്ന ആഗ്രഹം. കറുത്തിരിക്കുന്നവർക്കോ ഫെയർ ആൻഡ് ലവ്ലി തേച്ചിട്ടായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വെളുത്താൽ മതി. സത്യം എന്താണ്? പോക്കറ്റ് മാത്രമേ വെളുക്കത്തുള്ളൂ, നമ്മുടെ മുഖം ഒന്നും വെളുക്കത്തില്ല ഇത്തരം ക്രീമുകൾ തേച്ചാൽ. എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? യേശു നിങ്ങളുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിയപ്പെടേണ്ടിയിരിക്കുന്നു. സേ ഐ ലവ് യു. ഗോഡ് ബ്ലെസ് യു.